ഗസയിൽ ഒരു കൊല്ലത്തോടടുക്കുന്ന മനുഷ്യക്കുരുതി. വെസ്റ്റ് ബാങ്കിലും മറ്റു ഫലസ്തീൻ പ്രദേശങ്ങളിലും പതിറ്റാണ്ടുകളായി തുടരുന്ന അധിനിവേശം. ഇതിന്റെയെല്ലാം പാർശ്വഫലങ്ങളായി ഉണ്ടാകുന്ന കടുത്ത മാനുഷിക പ്രതിസന്ധി. ഇസ്രായേലിനെതിരെ അന്താരാഷ്ട്ര നിയമം നടപ്പാക്കാൻ ഇനിയും എന്താണ് UN വേണ്ടത്? ചോദിക്കുന്നത് സൗദിയാണ്. വേദി UN ജനറൽ അസംബ്ലിയുടെ 79ാം സമ്മേളനം. ഗസയിൽ ഹമാസിനെ തിരഞ്ഞിറങ്ങിയ നെതന്യാഹുവും സയനിസ്റ്റ് സേനയും സകല സീമകളും ലംഘിച്ച് ലെബനാൻ ഉൾപ്പെടെയുള്ള മധ്യ പൗരസ്ത്യ ദേശത്ത് മറ്റൊരു ലോകയുദ്ധത്തിനും മേഖലയിൽ കൂടുതൽ രാഷ്ട്രീയ അസ്ഥിരതയ്ക്കും കോപ്പ് കൂട്ടുന്നതിനിടെ ഫലസ്തീൻ പ്രശ്നത്തിന് ദ്വിരാഷ്ട്ര പരിഹാരം കാണാൻ നയതന്ത്ര നീക്കം ശക്തമാക്കിയിരിക്കുകയാണ് സൗദി. ഇതിനായി UN ഉൾപ്പെടെ രാജ്യാന്തര വേദികളെ ഫലപ്രദമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുകയാണ് സൗദി വിദേശകാര്യമന്ത്രി അമീർ ഫൈസൽ ബിൻ ഫർഹാൻ. സ്വതന്ത്ര ഫലസ്തീൻ സ്ഥാപിച്ച് ദ്വിരാഷ്ട്ര പരിഹാരം നടപ്പാക്കാൻ അന്താരാഷ്ട്ര സഖ്യം ആരംഭിക്കുന്നുവെന്ന് കഴിഞ്ഞ ദിവസം സൗദി പ്രഖ്യാപിച്ചത് ഇതിന്റെ ഭാഗമായാണ്. അറബ് ഇസ്ലാമിക് രാജ്യങ്ങളും യൂറോപ്യൻ രാജ്യങ്ങളും ഉൾപ്പെട്ട സഖ്യത്തിന്റെ ആദ്യ യോഗം സൗദി തലസ്ഥാനമായ റിയാദിൽ നടത്താനും അമീർ ഫൈസൽ ബിൻ ഫർഹാൻ തന്നെ മുൻകൈയെടുക്കുകയും ചെയ്തു. നേരത്തെ UN പൊതുസഭയിലും ഫലസ്തീൻ വിഷയം സംബന്ധിച്ച പ്രത്യേക സെഷനുകളിലും ഇസ്രായേലിനെതിരെ കടുത്ത പ്രയോഗങ്ങളാണ് സൗദി വിദേശകാര്യമന്ത്രി നടത്തിയത്. ഫലസ്തീൻ പ്രശ്ന പരിഹാരത്തിന്റെ കാതൽ ദ്വിരാഷ്ട്ര നിർമ്മിതിയാണെന്നും അതൊഴിച്ചുള്ള ഫോർമുലകൾ തൊലിപ്പുറത്തുള്ള ചികിത്സ മാത്രമാണെന്നും അദ്ദേഹം തുറന്നടിച്ചു. ഒപ്പം കാലങ്ങളായി സകല അന്താരാഷ്ട്ര മാനുഷിക നിയമങ്ങളും ലംഘിച്ച് ഇസ്രായേൽ നടത്തുന്ന നരഹത്യയിൽ നടപടിയെടുക്കാൻ UN മടിക്കുന്നത് എന്തിനാണെന്നും ഫൈസൽ ബിൻ ഫർഹാൻ ചോദിച്ചു. ഫലസ്തീൻ ഗസ പ്രശ്നങ്ങൾ UN സുരക്ഷാ കൗൺസിലിന് മുമ്പാകെ നേരത്തെയും പലതവണ ഉയർത്തിയതാണ് സൗദി. വിഷയത്തിൽ നാളിതുവരെ ഫലപ്രദമായ നടപടികൾ ഉണ്ടാകാത്തതിനെ തുടർന്നാണ് സൗദി വീണ്ടും ഇക്കാര്യം ഉന്നയിക്കുന്നത്. പക്ഷേ ഇത്തവണ കേവല വിമർശനങ്ങളിലോ ആക്ഷേപത്തിലോ ഒതുക്കാനല്ല തീരുമാനം, മറിച്ച് പ്രായോഗിക തലത്തിലൂന്നിയ ചുവടുവെപ്പുകൾ കൂടിയുണ്ട്. ആ വഴിയിൽ ഏറ്റവും ആദ്യത്തെയും അവസാനത്തെയും ലക്ഷ്യമാണ് സ്വതന്ത്ര ഫലസ്തീൻ.